പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് വന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് ഇന്ന് NMMS പല സ്ഥലങ്ങളിലും കിട്ടുന്നില്ല. അത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെ തൊഴിലാളികൾ രാവിലെ എണീറ്റു ഭക്ഷണമൊക്കെ റെഡിയാക്കി, അപ്പോൾ ശരിക്കും 5 മണി മുതലൊക്കെ എണീറ്റ് ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടായിരിക്കും തൊഴിലുറപ്പിന് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഫോട്ടോ കിട്ടാതായപ്പോൾ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സമയമാകുമ്പോഴേക്ക് ഏകദേശം ഒരു 10 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്ത് 10-10:30 മണി വരെയൊക്കെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കിട്ടും, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒടുവിൽ പല ആളുകൾക്കും എന്ത് വെച്ചാൽ തിരിച്ചു പോകുന്നുണ്ട്. അതായത് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ അവർ വെറുതെ നഷ്ടമായി. അത് മാത്രമല്ല, രാവിലെ എണീറ്റോ ഫുഡ് ഉണ്ടാക്കിയോ മറ്റു കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാര്യം കടന്നുപോയത്. അതായത് ഇന്നിനിപ്പം ജോലി ചെയ്യാത്ത ആൾക്കാർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായി, ഇന്നത്തെ ഒരു ദിവസം വേസ്റ്റായി. അപ്പോൾ തൊഴിലാളികളുടെ അത്യാവശ്യമായിട്ടുള്ളൊരു ആവശ്യം എന്ന് പറയുന്നത്, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ എക്സംഷൻ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പേപ്പറിലെങ്കിലും എഴുതി ഒപ്പിട്ടിട്ട്, നമ്മളെ പഴയ NMMS ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനത്തെ പേപ്പറിലെങ്കിലും എഴുതി ഒപ്പിട്ടുകൊണ്ട് ജോലി ചെയ്യാനും പിന്നീട് അത് ഏഡ് ചെയ്യാനോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് തൊഴിലാളികളുടെ മൊത്തത്തിലുള്ള ആവശ്യം വരുന്നത്. കാരണം ഇത്ര റിസ്ക് എടുത്ത് പോയിട്ട് അവിടുന്ന് ഒന്നും ചെയ്യാതെ തിരിച്ചു പോരുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്ത് വെച്ചാൽ ഇപ്പം അവസാന നിമിഷമാണ്, അപ്പോൾ 99 പണി വരെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അതിൽ. അപ്പോൾ ഒരു പണി, ഇന്നത്തെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 100 കംപ്ലീറ്റ് ആയി. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യണം, അടുത്ത ഒരു മാസ്റ്റർ റോൾ അടിക്കുന്നവരെ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. അത് മാത്രമല്ല, ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മറ്റുള്ള ആൾക്കാരും ഇല്ലേ, അല്ലെങ്കിൽ 100 ആൾക്കാർ കുറവാണെങ്കിൽ ഈ സൈറ്റിൽ തന്നെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റണമെന്നുമില്ല. അപ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതികളൊക്കെ മാറ്റം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം എക്സംഷനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക, അല്ലെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ NMMS പഴയ പോലെ തന്നെ പേപ്പറിൽ എഴുതി ഒപ്പിട്ടിട്ട് ഇത് പറ്റാത്ത ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. എന്തായാലും പുതിയ NMMS അപ്ഡേഷനൊക്കെ വരുന്നത് കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ എന്തായാലും അതിനുള്ള ഒരു പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ നമുക്കറിയാം, പല സ്ഥലത്തു നിന്നും നിരന്തരമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ പറഞ്ഞാലും എന്ത് ചെയ്യുക, സംശയം കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ശരി, ഇന്നത്തെ ഒരു തൊഴിൽ ദിനം നഷ്ടപ്പെട്ടു. അത് എന്ത് ചെയ്യുക, അതിന് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി ഭാവിയിൽ അതിനുള്ള ഒരു വഴി ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അല്ലെങ്കിൽ NMMS പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമതമാകുന്നത് വരെ എങ്കിലും എന്ത് ചെയ്യുക, പകരം സംവിധാനം ഏർപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം ചേരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.